ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ അണയാത്ത ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ വിളങ്ങിയിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ അണയാത്ത ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ വിളങ്ങിയിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 52-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യമാണ്. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നുമെന്നേക്കും ആശ്രയിക്കുന്നു. ആമേൻ. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. അപ്പോൾ ആ ദൈവമനുഷ്യൻ പറയാണ്, ഞാൻ ആരാണെന്ന് ഞാനങ്ങ് പറയുക. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പുഴുവാണ്, കൃമിയാണ്, അങ്ങനെയൊക്കെയാ പറയുന്നത്. പക്ഷേ ഈ ദൈവമനുഷ്യൻ പറയുക, ഞാൻ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒരു വൃക്ഷമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആരാണെന്ന് പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ജയമാണ്. ആമേൻ. ആമേൻ. ആരാണെന്ന് നമ്മൾക്ക് ബോധ്യമില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആരാ? ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. അത് നിങ്ങൾ പലവട്ടം ആവർത്തിക്കണം. ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മകളാ. നമ്മളത് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ഞാൻ ദൈവത്തിന്റെ സഭയാ, ഞാൻ അവന്റെ അവകാശിയാണ്, ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഞാൻ അവന്റെ മണവാട്ടിയാണ്. അപ്പൊ വചനത്തെ നോക്കിയിട്ട് നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നോ അതാണ് നിങ്ങൾ. പലപ്പോഴും നമ്മൾ പറയും ഞാനൊന്നുമില്ല, ഏതുമില്ല. അത് സത്യത്തിൽ വ്യർത്ഥ താഴ്മയാണ്. ദൈവവചനം എന്ത് പറയുന്നോ അത് നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവകൃപ അനുഭവിക്കാൻ പറ്റുന്നത്. ലോകം പറയുന്നതല്ല നിങ്ങൾ, മനുഷ്യൻ പറയുന്നതല്ല നിങ്ങൾ, നിങ്ങൾ പറയുന്നതുമല്ല നിങ്ങൾ, വചനം പറയുന്നതാണ് നിങ്ങൾ. ഇവിടെ തിരുവചനം പറയുകയാണ്, ഞാനോ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാണ്. ഈ ഒലിവ് വൃക്ഷത്തിന് അതെപ്പോഴും പച്ച പിടിച്ചാ നിൽക്കുന്നത്. രണ്ട്, ഈ ഒലിവ് വൃക്ഷം ഭയങ്കര ദീർഘായുസം. ഇത് അങ്ങനെ കാറ്റൊന്നും ആഞ്ഞടിച്ചാല് ഒടിഞ്ഞു വീഴത്തില്ല. ഞാൻ കേട്ടത് ഇതിൻ്റെ തൈകൾ താഴേക്ക് വീണിട്ട് അത് അടിയിൽ നിന്ന് കിളിർത്തു വരും. കിളിർത്ത് വന്നിട്ട് ഇതിൻ്റെ ഓരോ കമ്പുകളെയും ഇത് താങ്ങി നിർത്തും. സ്തോത്രം. എന്ത് മനോഹരമല്ലേ! സത്യത്തിൽ ഇതൊരു കുടുംബത്തിന്റെ ചിത്രം കൂടെയാണ് പറയുന്നത്. നിന്റെ മക്കൾ ഒലിവ് തൈകൾ പോലെയാവും. അപ്പനെയും അമ്മയെയും താങ്ങി നിർത്തുന്ന, കരുത്ത് പകരുന്ന. അപ്പം ഇങ്ങനെ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ വീണ് ഇതിൻ്റെ ശിഖരങ്ങളെ മുഴുവൻ താങ്ങി നിർത്തും. സ്തോത്രം. പെട്ടെന്ന് അറ്റുപോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒലിവ് മരം പോലെയാണ്.
സ്തോത്രം. എന്നിട്ട് അതിനകത്ത് എടുത്തു പറയാം ആലയത്തിൻ്റെ. അപ്പം നമ്മൾ അതിനകത്ത് ആലയമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ ആലയത്തെ ആലയമാക്കുന്ന ഒന്ന്? പ്രസൻസ് ഓഫ് ഗോഡാണ്. ഞാൻ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ തുടരുന്ന ആളാണ്. ഇവിടെ പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ മലഞ്ചെരുവുകളിൽ വളരുന്നതോ കടൽ തീരങ്ങളിൽ വളരുന്നതായ ഒരു ഒലിവ് വൃക്ഷം എന്നല്ല പറഞ്ഞേ, ഞാൻ ആലയത്തിലാണ്. അപ്പം ആലയത്തിൻ്റെ സൗന്ദര്യത്താ ദൈവ സാന്നിധ്യം, വചനമാണ്, വിശ്വാസമാണ്, ആരാധനയാണ്. അപ്പൊ ആരാധനയാലും വിശ്വാസത്താലും വചനത്താലും സാന്നിധ്യത്താലും വളരുന്ന, നിലനിൽക്കുന്ന, ദീർഘായുസ്സുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കത് പ്രഖ്യാപിക്കാം. ഞാൻ വെറുതെ ഒന്നും വളരുന്നല്ല. ഞാൻ വലിച്ചു കുടിക്കുന്ന പോഷകം അത് വചനമാണ്, അത് വിശ്വാസമാണ്, അത് ദൈവസാന്നിധ്യമാണ്, അത് ദൈവത്തോടുള്ള സ്നേഹമാണ്, ആരാധനയാണ് എൻ്റെ അന്തരീക്ഷം. അതിനകത്താണ് ഞാൻ വളരുന്നത്. വെറുതെ. സ്തോത്രം, സ്തോത്രം. ഓ താങ്ക് യു ജീസസ്. നിങ്ങളുടെ അന്തരീക്ഷങ്ങൾ മുഴുവൻ മാറാൻ പോവാണ്. എപ്പോഴൊരു ആലയത്തിൻ്റെ അന്തരീക്ഷം പോലെ ഒരു അന്തരീക്ഷം. വഴക്കുകളും ഒച്ചപ്പാടുകളുമല്ല, സ്തുതിയും ആരാധനയും മഹത്വവും നിറഞ്ഞൊരു അന്തരീക്ഷം. നാം അതിനെ ആത്മാവിൽ പ്രഖ്യാപിച്ച് അത് പ്രാപിക്കുകയാണ്. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം. എൻ്റെ അന്തരീക്ഷം സാന്നിധ്യത്തിൻ്റെ അന്തരീക്ഷമാണ്. എൻ്റെ അന്തരീക്ഷം വചനത്തിൻ്റെ അന്തരീക്ഷമാണ്. എൻ്റെ അന്തരീക്ഷം ആരാധനയുടെ അന്തരീക്ഷമാണ്. കർത്താവിൻ്റെ കൃപയാൽ വീടിനകത്തുള്ള വഴക്കുകളും ജോലിസ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. എപ്പോഴും ആലയത്തിൻ്റെ അന്തരീക്ഷം പോലെ സ്തുതിയും മഹത്വവും നിറഞ്ഞ ഒരു അന്തരീക്ഷം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആരാണെന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കണമേ. യേശുവെ, ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒലിവ് വൃക്ഷം പോലെ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാണെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി പറയും. കർത്താവ്, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന, അതിൽ നിന്നും കർത്താവെ വചനത്തെ വലിച്ചു കുടിച്ച് കർത്താവ് വചനം, സ്നേഹം, ദൈവത്തോടുള്ള സന്തോഷം, ദൈവസാന്നിധ്യം, ഇതെല്ലാം കർത്താവെ ഞങ്ങളുടെ ആനന്ദമായി ഞങ്ങളെ നിലനിർത്തുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ സ്തോത്രം പിതാവേ. കർത്താവെ, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാവും, ഞങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരും ദൈവത്തിൻ്റെ മകനും മകളുമാവും. കർത്താവ്, ഓരോ ദിവസവും കർത്താവ് ക്രിസ്തുവിൽ ഞങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിലും വചനത്തിലും ദൈവകൃപയിലും വിശ്വാസത്തിലും തുടരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവേ, ഒരാലയത്തിൻ്റെ അന്തരീക്ഷം അതിനകത്ത് ജീവിപ്പാൻ ഒരു സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹമായി നിങ്ങളുടെ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ധൈര്യത്തോടെ ചെയ്യുക. എല്ലാ ദിവസത്തെക്കാളും ഒരു പ്രത്യേക ദൈവകൃപ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒരു വൃക്ഷമാണ്. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ മറയപ്പെടുക. ഗോഡ് ബ്ലെസ് യു. ശലോം.